പെട്ടെന്നൊരു അൽഫാമൊക്കെ കഴിക്കാൻ തോന്നിയാൽ വീട്ടിലെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതും ഓവനോ ഗ്രില്ലോ ഒന്നും ഇല്ലാതെ പാനിൽ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് ചിക്കൻ്റെ എല്ലൊന്നും ഇല്ലാത്ത ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ഈ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത് ഇതുപോലെ ഒരു കല്ല് കൊണ്ട് ഇടിച്ചെടുക്കാം. എന്നിട്ട് ഫോർക്ക് കൊണ്ട് കുത്തി എടുക്കണം കേട്ടോ. അപ്പോൾ ആരോടെങ്കിലുമൊക്കെ ഉള്ള ദേഷ്യമൊക്കെ നമുക്ക് ആ ചിക്കനിൽ അങ്ങ് തീർത്ത് വിടാം. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ടും കിട്ടും, നമ്മുടെ ദേഷ്യം അങ്ങ് മാറിക്കിട്ടും. ഇനി ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ കുറച്ച് വിനാഗിരിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഈ ചിക്കൻ ഇട്ട് ഒരു 2 മണിക്കൂർ അങ്ങ് മാറ്റി വയ്ക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചിക്കനെ. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, മല്ലിയില, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ അരക്കപ്പ് തൈര് കൂടി ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അരച്ചെടുത്തത് നമ്മുടെ ആ ചിക്കൻ മാറ്റി വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ചിക്കൻ മാത്രം ഇങ്ങ് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരപ്പ് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരപ്പെല്ലാം നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരപ്പ് പിടിച്ച് കിട്ടും. കുറഞ്ഞൊരു 4 മണിക്കൂറെങ്കിലും വെക്കണേ. അപ്പോൾ അരപ്പൊക്കെ പിടിച്ച് കിട്ടിയ ചിക്കൻ നമുക്ക് പുറത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു. ഇനി ഒരു പാൻ അടുപ്പ് വെച്ച് അതിലേക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചിക്കൻ ഇട്ട് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് മുരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി അൽഫാം റെഡിയായി. കുറച്ച് ചാർക്കോൾ കൂടെ കത്തിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ നന്നായിട്ട് ആ ഒരു കടയിലെ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി ഗോതമ്പിൻ്റെ കുബൂസും അധികം എണ്ണയൊന്നും ചേർക്കാത്ത പുഴുങ്ങിയ മുട്ട കൊണ്ടുള്ള മയോണൈസും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ